Hello guys, welcome back to my channel. അപ്പോൾ എൻ്റെ പേര് അഞ്ജലി ആൻഡ് യു ആർ വാച്ചിങ് ടൈനി ടെയിൽസ് ബൈ അഞ്ജലി. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദറ്റ് യു സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കരാമയിൽ നിന്ന് യാസ് ഐലൻഡ് വരെ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തും പിന്നെ യാസ് എക്സ്പ്രസ് യൂസ് ചെയ്തും എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് യാസ് ഐലൻഡിൽ എത്താമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് കരാമയിലുള്ളവരാണെങ്കിൽ C10 എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്, ആ ബസ് കയറും. ആ ബസ് കയറിയിട്ട് നമ്മൾ അൽസീഫിൻ്റെ അവിടെ സ്റ്റോപ്പില്ലേ, മെറൈൻ ബസ് സ്റ്റോപ്പ്, അവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാനോപ്പി ബൈ ഹിൽട്ടൺ ആൻഡ് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ അങ്ങനെ 2 ഹോട്ടൽസ് അടുത്തടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഈ കാണുന്ന ബോർഡ് കാനോപ്പി ബൈ ഹിൽട്ടൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ യാസ് ഐലൻഡിലേക്ക് പോകാനുള്ള ബസ് നിങ്ങൾക്ക് ബോർഡ് ചെയ്യാവുന്നതാണ്. അപ്പം എവറി ഡേ പല റൂട്ട്സിൽ ബസ്സുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെയാണ് അടുത്ത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 9:45 എന്തോ ആണ് ഈ ബസ് വന്നത്. അപ്പോൾ ഈ റൂട്ടിൽ ഈ ഒരു ബസ്സാണുള്ളത്. അപ്പോൾ ഇതാണ് യാസ് ഐലൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ അവിടെ എടുത്തിട്ടുള്ള ടിക്കറ്റ്സ് ഇവരെ കാണിക്കണം, അല്ലാണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അവിടെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ്സും ഹോട്ടലും ബുക്ക് ചെയ്തിരുന്നു. സോ നമ്മളത് കാണിച്ചാൽ മതി, അവരതിലേക്ക് അലോ ചെയ്യും. നമുക്ക് എക്സ്ട്രാ ആയിട്ട് പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. അപ്പം ഇത് അൽസീഫിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് യാസ് ഐലൻഡിൽ പോകുന്നത്. ഐ ആം സോ എക്സൈറ്റഡ് ടു ഗോ ടു യാസ് ഐലൻഡ് ബിക്കോസ് അറിയാത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ 4 തീം പാർക്സ് ആണുള്ളത്. പിന്നെ യാസ് മറീന സർക്യൂട്ട് ഉണ്ട്, ഗോ കാർട്ടിംഗ് ഉണ്ട്, ബീച്ച് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നമ്മളിപ്പോൾ 2 ഡേയ്സിൻ്റെ സ്റ്റേ ആണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഡേയ്സിൻ്റെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് 2 തീം പാർക്സിൻ്റെ ടിക്കറ്റ്സ് അവർ തരും കോംപ്ലിമെൻ്ററി ആയിട്ട്. കോംപ്ലിമെൻ്ററി മീൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ് അതെല്ലാം, പക്ഷേ കമ്പാരിറ്റീവ്ലി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ പിക്ക് ചെയ്തിട്ടുള്ളത് വാർണർ ബ്രോസ് സ്റ്റുഡിയോസും പിന്നെ ഫെറാറി വേൾഡും ആണ് ഇത്തവണ നമ്മൾ കവർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് 2 ടിക്കറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത് 2 നൈറ്റ്സും 3 ഡേയ്സിൻ്റെയും സ്റ്റേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പൊതുവേ നമ്മളങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല, നോർമലി നമ്മൾ പോകാറാണ് പതിവ്. കാരണം ഇത്തവണ എനിക്ക് ഓഫീസിൽ ഞാൻ പുതിയതായിട്ട് മാറി കയറിയതുകൊണ്ട് എനിക്ക് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഞാൻ പ്രൊബേഷനിലാണ്. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യാസ് ഐലൻഡ് തന്നെ പിക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു യാസ് ഐലൻഡിലേക്ക്. ആ കാണുന്നതാണ് ഫെറാറി വേൾഡ്. അപ്പോൾ ഫെറാറി വേൾഡിൻ്റെ റൈഡ്സൊക്കെയാണ് അവിടെ കാണുന്നത്. ഇറ്റ് വാസ് എക്സ്ട്രീംലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ഫെറാറി വേൾഡിന് എക്സ്ക്ലൂസീവ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞു തരാം. പിന്നെ ഈ കാണുന്ന എക്സ്പ്രസ് ബസ്സസ് ഒക്കെ ഇവിടെ വരുന്നതും പിക്ക് ആൻഡ് ഡ്രോപ്പും പിന്നെ ഷട്ടിൽ സർവീസും അങ്ങനെ പല ബെനിഫിറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ് ഐ ഷുഡ് സേ. ബിക്കോസ് ഈ തീം പാർക്സിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് കുറച്ച് ദൂരമുണ്ട്, ഒരു 5 മിനിറ്റത്തേക്ക് ട്രാവലിംഗ് ഉണ്ട്, നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടേക്ക് ഇവർ ഷട്ടിൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞൊരു 1.5 മണിക്കൂറായപ്പോൾ നമ്മൾ യാസ് മോളിൻ്റെ അടുത്ത് എത്തി. ഇതാണ് യാസ് മോൾ. യാസ് മോളും ഫെറാറി വേൾഡും രണ്ടും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം മോളിൽ കൂടെ നമുക്ക് ഫെറാറി മോളിലേക്ക് എൻ്റർ ചെയ്യാം. സോ രണ്ടും ഇൻ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യാസ് മോൾ. ഇറ്റ്സ് എ വെരി ബിഗ് മോൾ ഐ ഷുഡ് സേ. നമുക്ക് നടക്കാൻ കുറച്ചധികം എനർജി വേണം, കാരണം ഒരുപാട് നടക്കാനുണ്ട്. അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുമ്പോഴാണ് ഫുഡ് കോർട്ട് പോലത്തെ സംഭവങ്ങൾ വരെ കാണാൻ കിട്ടുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യലി നമ്മൾ അബുദാബി യാസ് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ 2ാമത്തെ തവണയാണ് അബുദാബിയിൽ എത്തുന്നത്. ആദ്യത്തെ തവണ ഞാൻ ഹിന്ദു ടെമ്പിളിലാണ് വിസിറ്റ് ചെയ്തത്, പക്ഷേ അത് ജസ്റ്റ് വന്നു പോയി അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇത്തവണയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി പോകുമെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ പോവും. കാരണം എനിക്ക് അവിടുത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ സ്റ്റേയും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ ഐ പേഴ്സണലി ലവ് ദിസ് പ്ലേസ് സോ മച്ച്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റോൾസ് ഉണ്ട്, അതായത് നമുക്ക് സോവനേഴ്സ് വാങ്ങാൻ പറ്റും ഇവിടുന്ന്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്, ബ്രാസ്ലെറ്റ്സ് ഉണ്ട്, സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, കീ ചെയിൻസ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പൊതുവേ ഇതൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഏരിയ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും നിന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നടന്നു, ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ക്യൂട്ടായിട്ടൊരു കാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിൽ കയറിയാൽ തന്നെ നമുക്കിത് കണ്ടിറങ്ങാൻ കുറേ സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പൊതുവേ എല്ലാവരുടെ അടുത്തും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യാസ് ഐലൻഡിൽ 3-4 ദിവസത്തേക്കിനൊന്നും ഇല്ല, കാണാനൊന്നുമില്ല എന്ന്. വെറുതെയാണ്. ആക്ച്വലി നിങ്ങൾക്ക് അവിടെ എല്ലാം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 4 ഡേയ്സ് വേണം, കാരണം അവിടെ 4 തീം പാർക്സ് ആണുള്ളത്. അപ്പോൾ താഴെ നിന്ന് എസ്കലേറ്റർ കയറി മേളിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഫെറാറി വേൾഡിൻ്റെ എൻട്രൻസ്. സോ അങ്ങോട്ട് പോയാൽ നമ്മൾ ഫെറാറി വേൾഡിലേക്ക് പോകും,
തിരിച്ചിങ്ങനെ നടന്നാൽ നമ്മൾ മോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മോളിലേക്ക് പോകും. അപ്പോൾ ഫെറാറി വേൾഡിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ നടന്ന് ഫുഡ് കോർട്ട് അറിയില്ലല്ലോ, ഇതൊരു ഭയങ്കര വലിയ മോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നുണ്ടെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മളൊരു വിധത്തിൽ അവിടുത്തെ മാപ്പൊക്കെ എടുത്ത് തപ്പിപ്പിടിച്ച് ഒരു വിധത്തിൽ ഏതൊരു ഫ്ലോറിലെത്തി. അവിടെ എത്തിയപ്പം വീണ്ടും കൺഫ്യൂഷൻ, കുറേ കടകളുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മളതെല്ലാം കണ്ട് നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയി ശരിയാവില്ല, നമുക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ റൂം ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത് 2:30, 3 o'clock സംതിങ് ആയിരുന്നു. നമ്മൾ 11:30 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ ഈ ഉള്ളൊരു സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മോളിൽ കറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 12:30-1 മണി വരെ നമ്മൾ മോൾ ഫുൾ ഒരു പകുതി ഭാഗം മോൾ നമ്മൾ കവർ ചെയ്തു. മീൻസ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഡയറക്ഷൻ തെറ്റി കുറേ നടന്നു, അതാണ് കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നീടാണ് നമുക്കൊരു മനസ്സിലായി വന്നത് ഇത് എവിടെയാണ് സംഭവം എന്നുള്ളത്. പിന്നെ നമ്മൾ ഫുഡ് കോർട്ട് അന്വേഷിച്ചായിരുന്നു നമ്മുടെ യാത്ര. കാരണം ഏകദേശം 1:30 ആവാറായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാതെ ഫെറാറി വേൾഡിലേക്ക് പോയാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഹോട്ടലിൽ പോകാമെന്നായിരുന്നു പ്ലാൻ. നമ്മൾ നടന്ന് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമായി തുടങ്ങി. നമ്മൾ എന്നിട്ട് അവിടുത്തെ മാപ്പൊക്കെ അന്വേഷിച്ച് ഒടുവിൽ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തി. അപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്, കാരണം വിശപ്പടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവിടെ KFC, മെക്ഡി അങ്ങനെ പല എല്ലാം ഉണ്ട്. ഞങ്ങൾ കൈലാഷ് ഭവത്തിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ഹാർദീസിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, ഹസ്ബൻഡ് ഒരു ബർഗർ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ താഴേക്ക് പോവാണ്. കാരണം നമ്മൾ എവിടെയാണോ ബസ് ഇറങ്ങിയത് അവിടെ തന്നെയാണ് നമുക്ക് ഹോട്ടലിലേക്ക് പോകാനുള്ള ഷട്ടിൽസും വരുന്നത്. അപ്പോൾ എവറി 30 minutes 20 minutes ഇടവിട്ട് നമുക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷട്ടിൽ അന്വേഷിച്ചിട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഹോട്ടലാണോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ അവരവിടെ കൊണ്ടുവന്ന് നമ്മളെ ആക്കും. ആക്ച്വലി എല്ലാ ഹോട്ടൽസും അടുത്തടുത്താണുള്ളത്. അപ്പം ഹോട്ടൽസിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒട്ടുമിക്ക എല്ലാ ബസ്സസും പോകും. പക്ഷേ ബസ് നമ്പേഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഐഡിയ കിട്ടും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ മതി ഇന്ന ഹോട്ടലാണെന്ന്. അപ്പോൾ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഈ കാണുന്നില്ലേ ക്ലൈംബ്, ഇതൊരു ഇൻഡോർ സ്കൈ ഡൈവിങ് ഏരിയ ആണ്. അതായത് ആക്ച്വൽ സ്കൈ ഡൈവിംഗ് ഇല്ലേ, അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ഇൻഡോറിലാണ് ഇത് ചെയ്യുന്നത്. ഇതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ ഫെറാറി വേൾഡിൽ പോകുമ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചും പറയാം. അങ്ങനെ നമ്മൾ ഷട്ടിൽ കയറുമ്പം പല തീം പാർക്സിലുള്ള ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെയാണ് പോവുക. ഇപ്പം നമ്മളിപ്പോൾ കണ്ടത് വണ്ടർസ് കണ്ടു, വാട്ടർ പാർക്ക് കണ്ടു. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഇത് ഹോട്ടലിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് വാട്ടർ പാർക്ക്. പിന്നെ അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ആ റൈഡ്സ് ഒക്കെ ഇല്ലേ, അതാണ് ഫെറാറി. പിന്നെ അവിടെ സീ വേൾഡും ഉണ്ട്, വാർണർ ബ്രോസ് ഉണ്ട്. എല്ലാം അടുത്തടുത്താണ്, പക്ഷേ നമുക്ക് ബസ് ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സെൻട്രോ യാസ്, നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഇതാണ്. ആ കാണുന്ന ഷട്ടിൽ ബസ്സസൊക്കെ കണ്ടോ, അതൊക്കെ പിക്ക് ആൻഡ് ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഇവിടെ യാസ് ഐലൻഡിൽ റൂട്ട് ചെയ്യുന്ന ബസ്സസ്സാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകാനും വരാനും ഒക്കെ യൂസ് ചെയ്യുക. രാത്രി 8:30 വരെ ഷട്ടിൽ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ഒക്കെ അവിടെയുള്ള ഹോട്ടൽസാണ്. അതായത് ക്രൗൺ പ്ലാസ ഉണ്ട്, പാർക്കിൻ, റാഡിസൺ ബ്ലൂ, അങ്ങനെ പല ഹോട്ടൽസും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സെൻട്രോ യാസിലാണ്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. നമ്മൾ റൂമിൽ ചെക്കിന് വേണ്ടിയിട്ട് അവരെ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം 3 മണിയെന്ന് പറഞ്ഞു, നമ്മൾ അവിടെ എത്തിയപ്പോൾ 2 മണിയായി. ഇനി കൂടുതൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് പാർക്സൊക്കെ സാറ്റർഡേ ആയതുകൊണ്ട് അത് ക്ലോസ് ആയപ്പം 6 o'clock ആകും. അപ്പോൾ നമുക്ക് ടൈം ഇല്ലായിരുന്നു അധികം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഫൈനലി നമുക്കൊരു റൂം തന്നു. അങ്ങനെ നമുക്ക് റൂമൊക്കെ അലോട്ട് ചെയ്ത് തന്നപ്പോൾ നമ്മളിനി മേളിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും തന്നെ ആക്ച്വലി ടയേർഡായി, കാരണം യാസ് മോളിൽ ഒരുപാട് നമ്മൾ നടന്നു. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 o'clock ഒക്കെ ആകുമ്പോഴെങ്കിലും നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് 6 o'clock വരെ ഫെറാറി വേൾഡ് ഉള്ളൂ, കാരണം സാറ്റർഡേ ആയതുകൊണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. സോ ഇതാണ് നമ്മുടെ റൂം 468 റൂം നമ്പർ. റൂം നല്ലൊരു ക്യൂട്ട് ചെറിയൊരു കോസി ആയിട്ടുള്ള റൂമായിരുന്നു. ഒരുപാട് വലിയ റൂമൊന്നുമല്ല, കംഫർട്ടബിൾ ആയിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബാൽക്കണി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹോട്ടലിൻ്റെ ഏരിയ ആണ് ഫുൾ കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ റിയലി ക്യൂട്ട് ആൻഡ് സ്മോൾ റൂം. പിന്നെ അവർ ലോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഒരു TV ഉണ്ട്, ഒരു ബെഡുണ്ട്, ഒരു ചെറിയ ടേബിൾ, ആൻഡ് ഇൻറ്റീരിയറും ഭയങ്കര സട്ടിലായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതാണ് ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ബീച്ച് കാണാം. ആ കാണുന്ന ബിൽഡിങ്സ് ഒക്കെയും ഈ ഐലൻഡിലുള്ള ഹോട്ടൽസാണ്. അപ്പം ഏത് ഹോട്ടൽ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം.
ക്രൗൺ പ്ലാസ ഉണ്ട്, പാർക്കിനുണ്ട്. ആ മിഡിൽ കാണുന്നതാണ് ബീച്ച്. നമുക്ക് ബീച്ച് ആക്സസും ഈ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒരു സ്റ്റേ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ആ ഏരിയയും ലൊക്കാലിറ്റിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു വാഷ്റൂം. ഓവറോൾ എനിക്കെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ 2 ദിവസം മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.